ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജു പ്രഭ. യൂറോപ്യൻ യൂണിയനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ദ്വിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ലക്സംബർഗിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യൂറോപ്യൻ യൂണിയൻ നയരൂപീകരണത്തിൽ ലക്സംബർഗിന് നിർണായക സ്വാധീനമുണ്ടെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ നിലപാടുകളെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. ഭീകര പരിശീലന ക്യാമ്പുകൾക്ക് അവസരമൊരുക്കി പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ ഈ നിലപാട് തുടരുകയാണെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. ഭീകരവാദത്തെ പാകിസ്ഥാൻ എല്ലായ്പ്പോഴും സാധാരണവൽക്കരിക്കുന്നതായും അദ്ദേഹം വിമർശിച്ചു. ശാസ്ത്രത്തിന്റെ ഭാഗമായ കണ്ടുപിടുത്തങ്ങളും നേട്ടങ്ങളും മാനവരാശിക്ക് ഒന്നാകെ പ്രയോജനം ചെയ്യുന്നതായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 32ാമത് സ്വദേശി ശാസ്ത്ര കോൺഗ്രസിന് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രത്തെ നിത്യജീവിതത്തിൽ നിന്നും വേർതിരിക്കാനാവില്ലെന്നും ജീവിതശൈലിയിലെ ഭാഗം തന്നെയാണ് ശാസ്ത്രമെന്നും ഗവർണർ പറഞ്ഞു. ഈ മാസം 9 വരെയാണ് സ്വദേശി ശാസ്ത്ര കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സാമൂഹിക നവീകരണത്തിൽ പുസ്തകോത്സവങ്ങൾക്കും വായനയ്ക്കും നിർണായക പങ്കുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 4ാം പതിപ്പ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാഹിത്യം സമൂഹത്തിൽ നിന്നും വേറിട്ട് നിൽക്കേണ്ട ഒന്നല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രശസ്ത സാഹിത്യകാരൻ NS മാധവന് നിയമസഭാ പുരസ്കാരം മുഖ്യമന്ത്രി ചടങ്ങിൽ സമ്മാനിച്ചു. ഈ മാസം 13 വരെ നീളുന്ന പുസ്തകോത്സവത്തിൽ 180ലേറെ പ്രസാധകർ പങ്കെടുക്കുന്നുണ്ട്. പുസ്തക പ്രകാശനങ്ങൾ, പുസ്തക ചർച്ചകൾ, സംവാദങ്ങൾ, എഴുത്തുകാരുമായുള്ള അഭിമുഖങ്ങൾ തുടങ്ങിയവ 6 വേദികളിലായി നടക്കും. വൈകുന്നേരങ്ങളിൽ മെഗാ ഷോ, തെയ്യം, കളരിപ്പയറ്റ് തുടങ്ങിയവയും പുസ്തകോത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറും. കൃത്യമായ ചികിത്സയിലൂടെ കുഷ്ഠരോഗം പൂർണ്ണമായും ഭേദമാക്കാനാകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 1 വർഷത്തെ ചികിത്സയിലൂടെ രോഗം പൂർണ്ണമായും ഭേദമാക്കാവുന്നതാണെന്നും സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ പൂർണ്ണമായും സൌജന്യമാണെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ അശ്വമേധം 7.0 കുഷ്ഠരോഗ നിവാരണ ഭവന സന്ദർശനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 2024-25 കാലയളവിൽ സംസ്ഥാനത്ത് 368 ആളുകളിൽ പുതിയതായി കുഷ്ഠരോഗം കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ 521 രോഗികൾ ചികിത്സയിലുണ്ട്. സമൂഹത്തിൽ ആരിലെങ്കിലും രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ ആരംഭത്തിലേ കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. വയനാട് കൽപ്പറ്റയിൽ പേപ്പർ രഹിത കോടതി സംവിധാനം നടപ്പിലാക്കുന്നതിന്റെ ഉദ്ഘാടനം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഓൺലൈനായി നിർവഹിച്ചു. നീതിന്യായ വ്യവസ്ഥയെ ഈ നടപടി കൂടുതൽ ജനകീയവൽക്കരിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഇതാദ്യമായാണ് ജില്ലാ ജുഡീഷ്യറിയുടെ മുഴുവൻ പ്രവർത്തനങ്ങളും പൂർണ്ണമായും കടലാസ് രഹിതമാകുന്നത്. തിരുവനന്തപുരത്തെ ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് 2 മാസത്തിനകം കേന്ദ്ര അംഗീകാരം ലഭിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പ് നൽകിയതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശബരിമല സന്നിധാനത്ത് പ്രതിദിനം ദർശനത്തിനെത്തുന്നത് 1 ലക്ഷത്തിലധികം ഭക്തർ. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമല നട തുറന്നതിനു ശേഷം ഇതുവരെ 6.5 ലക്ഷത്തോളം അയ്യപ്പ ഭക്തരാണ് സന്നിധാനത്ത് ദർശനത്തിനെത്തിയത്. ഈ മാസം 14നാണ് മകരവിളക്ക്. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. കേസിലെ ജാമ്യാപേക്ഷകൾ നേരത്തെ വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും തള്ളിയിരുന്നു. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ VK ഇബ്രാഹിം കുഞ്ഞിന് അന്ത്യാഞ്ജലി. എറണാകുളം ആലങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഔദ്യോഗിക ബഹുമതികളോടെ ഖബറടക്കം നടന്നു. അർബുദബാധയെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്ന അദ്ദേഹം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെയാണ് അന്തരിച്ചത്. തിരുവനന്തപുരം വെങ്ങാനൂരിൽ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ഒരാൾ മരിക്കാനിടയായതിനെ തുടർന്ന് പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കി. വിഴിഞ്ഞം ന്യൂ മുക്കോല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചു. സമാന രോഗലക്ഷണം ഉള്ളവർ പ്രദേശത്തുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം ബനോണിയിലെ വില്ലോമോർ പാർക്കിൽ പുരോഗമിക്കുന്നു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 27 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 232 റൺസ് എടുത്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.